ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ചിരിച്ചെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ MP ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ കരക്കമ്പി കഥകളാണ് ഇറക്കിയത്. ഞങ്ങളും ചിലതൊക്കെ ചെയ്തു കേട്ടോ. എല്ലാവരും കുറേ വീഡിയോസൊക്കെ അടിച്ചു. വൈസ് പ്രസിഡൻ്റ് ആവും, അമേരിക്കൻ സ്ഥാനപതിയാകും, പിന്നെന്താണ് അംബാസഡറാകും, ഐക്യരാഷ്ട്രസഭയിൽ പോവും. എന്തൊക്കെ തള്ളിമറിക്കലാണ് എല്ലാവരും കൂടി ചെയ്തത്. മലയാളി ഒന്നും ആയില്ല. അപ്പോൾ അങ്ങനെ ശശി തരൂർ വിവാദങ്ങളുണ്ടായി വന്നു, പ്രസ്താവനകളൊക്കെ ഇറക്കും, പിന്നെ സൈലൻ്റായി, പിന്നെ വയലൻ്റായി, സൈലൻ്റായി, അങ്ങനെ പോവുമായിരുന്നു. അവസാനം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം, ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വയലൻ്റായിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് സമുദ്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 70,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ മോഡി സർക്കാർ ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു, ഡോക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അങ്ങനെ വലിയ തോതിലാണ് വീണ്ടും മോഡി ഭക്തി പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്നും ഒരു തലവേദനയാണ്. ശശി തരൂരിനെ കൊണ്ടുവന്നു മന്ത്രിയാക്കി, അപ്പോൾ ചില തലവേദനകളുണ്ടായി. അത് കഴിഞ്ഞ് അതെല്ലാം ഊരി വീണ്ടും MP ആയി, നിരന്തരം MP ആയി ജയിച്ചു. അപ്പോൾ ജനങ്ങളൊന്നും അത് മൈൻഡ് ചെയ്തില്ല എന്നർത്ഥം. ആ വിവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വിവാദങ്ങളൊന്നും ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് വീണ്ടും ജയിച്ചു. അദ്ദേഹം നിരവധി തവണ MP ആയി. ഇപ്പോൾ തിരുവനന്തപുരത്ത് പലവട്ടം MP ആയി. അവസാനം രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചിട്ട് പോലും പുള്ളിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ചെറിയ വോട്ടിനാണെങ്കിലും പുള്ളി ജയിച്ചു. അപ്പോൾ ശശി തരൂർ വീണ്ടും ഇങ്ങനെ പറയുകയാണ്, ഇന്ത്യ 70,000 കോടി രൂപ മുടക്കുന്നത് വലിയ സംഭവമാണ്, മോഡി സർക്കാർ കീ ജയ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് ആശാൻ. ശശി തരൂർ വരും, ബഹളം ഉണ്ടാക്കും, അങ്ങ് പോവും. ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ കോൺഗ്രസ്സിന് കഴിയുന്നുമില്ല. സാധാരണ വല്ല ഒരു അംഗമായിരുന്നപ്പോൾ AICC അംഗത്തിനെ വരെ ആണെങ്കിലും നടപടിയെടുക്കാം. പക്ഷേ ഇത് അങ്ങനെ നടപടിയെടുത്താൽ അതൊരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ പാർട്ടിക്കകത്തുമൊക്കെ ഒരുപാട് ഉൾപ്പിരിവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു നല്ല നേതാവാണ്, നല്ല തലയെടുപ്പുള്ള ഒരു നേതാവാണ്. കോൺഗ്രസ്സിന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന തലയെടുപ്പുള്ള ഒരു നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. അദ്ദേഹം സത്യസന്ധമായ ചില കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അദ്ദേഹം ഭക്തിയും കാണിക്കും, ചിലത് കൂടിപ്പോവും, പറഞ്ഞ് കൂടിപ്പോവും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും അദ്ദേഹം ഇതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ മോഡിയുടെ ഓരോ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, മേക്ക് ഇന്ത്യയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, വിദേശ നയത്തെക്കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞു. ഇപ്പോഴിതാ 70,000 കോടി രൂപ മുടക്കുന്നതിനെക്കുറിച്ച് സമുദ്രോൽപ്പന്നങ്ങളും സമുദ്രത്തിൻ്റെ വികസനത്തിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സമുദ്രവുമായി ബന്ധപ്പെടുത്തി ജീവിക്കുന്ന ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തീരുമാനമെടുത്തതിന് വലിയ രീതിയിലാണ് ഡോക്ടർ ശശി തരൂർ മോദിയെ പ്രകീർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ മോദി ഭക്തി ഒന്നുകൂടി പുറത്തു വന്നിരിക്കുകയാണ്.